ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിലിമി ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ +1 വിദ്യാർത്ഥികളുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് തന്നെ കാണണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, അടിച്ചു കയറി വാ മക്കളെ. +1 ഇംപ്രൂവ്മെന്റ് എക്സാം അടുത്ത വർഷം മാർച്ചിൽ നടത്താനാണ് വച്ചിരിക്കുന്നതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. പക്ഷേ ഈ ഒരു കാര്യം എവിടെയും ഒഫീഷ്യലായിട്ട് പറയുന്നില്ല. ശരി, ഓക്കെയാണ്. ടീച്ചേഴ്സിൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ചിലാണ് വച്ചിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. സംഭവം അതെല്ലാം ശരിയായിരിക്കാം, പക്ഷേ ഒഫീഷ്യലായിട്ട് ഈ ഒരു സാധനം എവിടെയും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിൽ വെക്കുക. പല പല ചാനലുകാരന്മാരും ഇടുന്നുണ്ടാവും മാർച്ചിൽ തന്നെയാണ്, ഇനി വേറെ ഡിസ്കഷനൊന്നും ഇല്ല ഇതിനെപ്പറ്റി. പക്ഷേ അങ്ങനെയല്ല. മാർച്ചിൽ വരുന്നതിനുപരി അതിൽ നേരത്തെ വരാനാണ് സാധ്യത കൂടുതൽ. എല്ലാ വിദ്യാർത്ഥികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബറിൽ തന്നെ ആക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അത് ആവശ്യം തന്നെയാണ്. കാരണം അവർക്ക് രണ്ടും കൂടെ കൺജസ്റ്റഡ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റില്ല. അതുകൊണ്ടിട്ടാണ് അവരങ്ങനെ സെപ്റ്റംബറിലാക്കണം എന്നുള്ളൊരു ധൃതി പിടിക്കുന്നത്. അല്ലാതെ അവർക്ക് എക്സാം എഴുതാൻ മടിയായിട്ടൊന്നുമല്ല. അവരുടെ ആവശ്യമാണ് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത്. 2 എക്സാം കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് യാതൊരു വിദ്യാർത്ഥിക്കും അതൊരു കഷ്ടം തന്നെയാണ്. അതുകൊണ്ടിട്ടാണ് അവരങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഉന്നതത്തിലിരിക്കുന്ന ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ട് എന്താണ് പ്രതികരിക്കാത്തതെന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അതങ്ങനെ ശരിയാവും. അറ്റ്ലീസ്റ്റ് വായിക്കാനെങ്കിലും അറിയണം. ഇങ്ങനെ ഉന്നത തലത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് വായിക്കാൻ പോലും അറിഞ്ഞൂടാത്ത ആൾക്കാരെ പിടിച്ച് ഇതേപോലത്തെ ഇതിലൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. യാതൊരു വ്യക്തിക്കും തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സെപ്റ്റംബറിലാക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെപ്റ്റംബറിലാക്കണം എന്നുള്ള കാര്യം ചിലപ്പോൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ നിങ്ങളും കൂടെ എൻ്റെ കൂടെ സപ്പോർട്ട് നിന്നാൽ നമുക്ക് എന്തായാലും അത് നടത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ദൈവം എന്ന് പറഞ്ഞ ആൾ മേളിലുണ്ടെങ്കിൽ അദ്ദേഹം നമ്മളെ വിളി കേൾക്കും. പക്ഷേ ദൈവത്തിൽ ഇതുപോലെ വിശ്വാസം വേണം പഠിക്കുന്ന കാര്യത്തിൽ. അതിപ്പോൾ ആരായാലും ശരി തന്നെ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഒന്നേ പറയാനുള്ളൂ, ഈ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് സെപ്റ്റംബറിൽ എക്സാം നടത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളാരും പേടിച്ചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളാരും വേവലതപ്പെടണം. അപ്പോൾ നിങ്ങളാരും പേടിച്ചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെന്തായാലും പഠിച്ചു തുടങ്ങുക, അത്ര എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ ഉണ്ടാവും. ഇമ്പ്രൂവ് ചെയ്യുമ്പോഴത്തേക്കും ലിബറലായിട്ട് നോക്കത്തുള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആരും പേടിച്ചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയാണത്തെ വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എത്ര സ്കിപ്പ് ചെയ്ത് കണ്ടവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ ആവും. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. നമുക്ക് 20K ഉടൻ തന്നെ അടിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരനെ അറിയത്തില്ലെങ്കിൽ അവനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ലൊരു വീഡിയോ ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. കാരണം ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ നിങ്ങൾ അറിയിക്കണമല്ലോ. ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളെല്ലാം അറിയിക്കണമല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അതായിരിക്കും